കൃഷ്ണന്റെ ലീലയാൽ ശിവഭഗവാൻ സ്ത്രീയായി മാറിയ കഥ അറിയാമോ? ഒരിക്കൽ കൃഷ്ണനും രാധയും ഗോപികകളും ചേർന്ന് രാസനൃത്തത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം കൈലാസത്തിൽ ശിവഭഗവാൻ തപസ്സിൽ ആയിരുന്നു. അങ്ങയുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കളോ? വിചിത്രമായിരിക്കുന്നു. ഏത് മഹാദേവൻ തന്റെ തപസ് തടസ്സപ്പെട്ടാൽ തന്റെ തൃക്കണ്ണ് തുറന്ന് പ്രളയതാണ്ഡവം ചെയ്യുമോ? അതേ മഹാദേവൻ ഇന്ന് തപസ് തടസ്സപ്പെട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നു. ഇതെന്ത് അത്ഭുതമാണ്! ഇത് അത്ഭുതമല്ല ഗൗരി, ഇത് രാധയുടെയും കണ്ണന്റെയും രാസലീല കാരണമാണ്. രാസലീലയോ? ഇത് നോക്കൂ, രാധാകൃഷ്ണന്റെ രാസലീല. അതിസുന്ദരമായിരിക്കുന്നു. മനസ്സ് കവർന്നെടുക്കുന്നു അവർ. അങ്ങയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതാണ്: അങ്ങ് ഈ നൃത്തം കണ്ടതുകൊണ്ട് മാത്രം സന്തുഷ്ടനല്ലെന്നാണ്. പറയൂ, അങ്ങയുടെ മനസ്സിൽ ഈ രാസലീലയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പക്ഷെ ഒരു പ്രശ്നമുണ്ട് മഹാദേവ. അങ്ങ് ആനന്ദത്തോടെ താണ്ഡവം ചെയ്താലും അതിൽ തെളിഞ്ഞു കാണുന്നത് അങ്ങയുടെ രൗദ്രഭാവം തന്നെയാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. അങ്ങേക്ക് രാസലീല ചെയ്യാൻ സാധിക്കില്ല മഹാദേവ. ദേവി നമ്മെ കുറിച്ച് അങ്ങനെയാണോ ചിന്തിക്കുന്നത്? അതെ. ശരി, എങ്കിൽ നാം ഈ രാസലീല ആനന്ദകരമാക്കി കാണിച്ചു തരുന്നുണ്ട്. ഇനി ദേവിയെ കാണുന്നത് രാസലീലയിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമായിരിക്കും. എവിടെ പോകുന്നു യാത്രക്കാരാ? ഞാനോ? ഇവിടെ സമീപത്തെവിടെയോ രാസലീല നടക്കുന്നില്ലേ, അതിൽ പങ്കെടുക്കുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഈ രാസലീലയിൽ കൃഷ്ണനോടൊപ്പം കന്യകകൾക്ക് മാത്രമേ പങ്കെടുക്കാനാകൂ. പുരുഷന്മാർക്ക് പറ്റില്ല. ലയോ നാരായണ, ഇത് അവിടുത്തെ എന്ത് ലീലയാണ്? അങ്ങനെ മഹാദേവൻ യമുനാ നദിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. തന്നെ ഒരു ഗോപികയാക്കി മാറ്റുവാൻ ഉടൻ തന്നെ ഭഗവാൻ ശിവന്റെ രൂപം അതിമനോഹരമായ ഒരു ഗോപികയായി മാറി. അതിനുശേഷം ഭഗവാൻ രാസനൃത്തത്തിൽ പ്രവേശിക്കുകയും പിന്നീട് ഭഗവാൻ ശിവനും ശ്രീകൃഷ്ണനും രാധാറാണിയും ഒത്ത് അതിമനോഹരമായ രാസനൃത്തം ചെയ്യുകയും ചെയ്തു. എന്റെ മഹാദേവ നാരായണ, എന്റെ കൃഷ്ണ.